വിധിയെഴുത്തിന് 10 നാൾ ശേഷിക്കെ നിലമ്പൂരിൽ പ്രചാരണം ചൂടുപിടിക്കുന്നു. UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടി തീരുമാനത്തെ ചൊല്ലി വാക്പോര്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്ന് CPIM ആരോപിച്ചു. എന്നാൽ LDF-നുള്ള PDP പിന്തുണയെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ന്യായീകരിച്ചു. മതനിരപേക്ഷ ഉള്ളടക്കത്തെയെല്ലാം പൂർണ്ണമായിട്ടും തള്ളി എല്ലാ വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന കുറേ കാലമായിട്ടുള്ള പ്രവർത്തനം തുടരുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് ആര്യാ ഷൗക്കത്ത് പറഞ്ഞാലും VD സതീശൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അതാ സംഭവം. ആ പ്രത്യാഘാതം അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനം കാണാൻ പോകുന്ന ചിത്രം. അത് തന്നെയാണ് മഴവിൽ സഖ്യമെന്ന് ഞാൻ പറഞ്ഞത്. ആ സഖ്യം ശക്തിയായിട്ട് നിൽക്കുകയാണ്. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തിയുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. അല്ല, സ്വീകരിക്കൊണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത് PDP-യും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുഖ്യമന്ത്രി മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടി. CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിര പരിപാടി. ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? സുഹേൽ മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. സുഹേൽ, ഓരോ ദിവസവും ഓരോ പ്രചാരണ വിഷയങ്ങൾ വരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ PDP-യുടെ LDF പിന്തുണയും ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയുമാണ് പ്രചാരണ രംഗത്ത് വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. അതിൽ തന്നെ നേതാക്കളുടെ നേർക്കുനേർ പോര് പ്രതികരണങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ അത് ആയുധമാക്കുന്നുണ്ട് LDF. അതുപോലെ തന്നെ PDP-യുടെ LDF പിന്തുണ, അതിനെ രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDP-യെയും ഒരുപോലെ കാണാൻ കഴിയില്ല എന്നുള്ള MV ഗോവിന്ദൻ്റെ പ്രതികരണം. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഈ പ്രചാരണ രംഗത്ത് ഈ വിഷയം എത്രത്തോളം വികസിക്കുന്നുണ്ട് സുഹേൽ? ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, പിന്നെ KC വേണുഗോപാലിന്റെ പെൻഷൻ പരാമർശം, ഒടുക്കം അനന്തുവിന്റെ മരണം, ഇതെല്ലാം ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ നടക്കുന്നതിനിടെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിലവിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ UDF പിന്തുണയുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം ചർച്ച ഇവിടെ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ LDF വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയായിരുന്നു. UDF എന്ന് പറയുന്നത് ഇത്തരത്തിൽ വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി മാറിയെന്നും ഈ കേന്ദ്രീകൃത രൂപമായി മാറിയതിന്റെ പ്രത്യാഘാതം അവർ അനുഭവിക്കുമെന്നും MV ഗോവിന്ദനടക്കം വലിയ രൂക്ഷമായ വിമർശനം UDF-നെതിരെ ഉയർത്തിയിരുന്നു. അതേസമയം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വലിയ ചർച്ചയാക്കുമ്പോൾ LDF-നെതിരെ UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സംഘടന വെൽഫെയർ പാർട്ടി നേതാക്കൾ ജമാഅത്ത് ഇസ്ലാം നേതാക്കളുമായി മുഖ്യമന്ത്രി നേരത്തെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമി UDF-ന് പിന്തുണ അറിയിക്കുമ്പോൾ അവർ വർഗീയ ശക്തികളാവുകയും LDF-നെ സഹായിക്കുമ്പോൾ അവർ മതേതരവാദികളുമാകുന്ന ഇരട്ടത്താപ്പാണ് LDF സ്വീകരിച്ചു പോരുന്നതെന്നാണ് VD സതീശനടക്കം ഇന്ന് ആരോപണം ഉയർത്തിയത്. അതേസമയം തന്നെ നേരത്തെ തന്നെ LDF-ന് PDP പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ PDP പിന്തുണയും UDF ഇപ്പോൾ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ്. എന്നാൽ PDP പിന്തുണയെ വലിയ രീതിയിൽ ന്യായീകരിക്കുകയാണ് LDF ചെയ്തിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണെന്നും ജനസമൂഹമാണെന്നും അടക്കമുള്ള ന്യായീകരണമായാണ് MV ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തിയത്. അങ്ങനെ ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, പെൻഷൻ വിവാദം, ഈ അനന്തുവിന്റെ ഷോക്കേറ്റുള്ള മരണം, ഏറ്റവും ഒടുക്കം വെൽഫെയർ പാർട്ടിയുടെയും PDP-യുടെയും LDF UDF പിന്തുണയും അടക്കം ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ ചർച്ചയാവുകയാണ്. ഇനി പ്രചാരണ രംഗത്തേക്ക് വരികയാണെങ്കിൽ കൃത്യം പറഞ്ഞാൽ ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞ് 9-ാം നാൾ ഇവിടുത്തെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. ആരെ വാഴ്ത്തണം ആരെ വീഴ്ത്തണം എന്ന് അവർ അന്ന് തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ 8 ദിവസം മാത്രമാണ് ഈ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മുന്നിലുള്ളത്. ഇതിൽ 6 ദിവസം മാത്രമേ പരസ്യ പ്രചാരണത്തിലൂടി ഇവർക്ക് മുന്നണികൾക്ക് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ വീറും വാശിയുമുള്ള തീപിടിച്ച പ്രചാരണമാണ് എങ്ങും നടക്കുന്നത്. LDF-ന്റെ പ്രചാരണത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 10 മന്ത്രിമാരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. UDF-ലാണെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമുണ്ട്. LDF-ന്റെ ആദ്യഘട്ട പഞ്ചായത്ത് പര്യടനം ഇന്ന് ചുങ്കത്തറ പഞ്ചായത്ത് പര്യടനത്തോടെ അവസാനിക്കും. UDF-ഉം സമാനമായി അമരമ്പലത്തും ചുങ്കത്തറ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് UDF-ന്റെയും നിലവിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. NDA മുത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരസ്യ പ്രചാരണം നടത്തുന്നത്. അതേസമയം അൻവറും കളം അറിയാൻ തന്നെയാണ് തീരുമാനം. വലിയ രീതിയിൽ പൊതുയോഗങ്ങളോ പൊതുപ്രചാരണങ്ങളോ ഇല്ലെങ്കിലും അനൗൺസ്മെന്റ് വാഹനങ്ങളൊക്കെ ചുറ്റും പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 15-ാം തീയതി യൂസുഫ് പത്താൻ അടക്കമുള്ള തൃണമൂൽ നേതാക്കളെ ഇവിടെ മണ്ഡലത്തിൽ എത്തിച്ചൊരു സ്റ്റാർ പര്യടനത്തിനാണ് PV അൻവറും ശ്രമിക്കുന്നത്. അത് പറയുമ്പോഴാണ് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ VIP ക്യാമ്പേഴ്സിനെ മണ്ഡലത്തിലെത്തിക്കാനുള്ള മത്സരം കൂടിയാണ് നടക്കുന്നത്. 13-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തുന്നത്. 3 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാകും. അതേസമയം 13-ാം തീയതി തന്നെ പ്രിയങ്ക ഗാന്ധി MP-യും UDF-ഉം ഈ മണ്ഡലത്തിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയും പിണറായി വിജയനും യൂസുഫ് പത്താൻ
നടത്താനും അങ്ങനെ വരും ദിവസങ്ങളിൽ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സും പുതിയ വിവാദങ്ങളുമായി ചൂടുപിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ദിവസങ്ങളില്ല, പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. പുതിയ പുതിയ വിഷയങ്ങൾ ആ പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കി കളം പിടിക്കാനുള്ള നീക്കം UDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഇന്ന് LDF ക്യാമ്പിലാണെങ്കിൽ 10 മന്ത്രിമാരാണ് ഇന്ന് M സ്വരാജിന് വേണ്ടി പ്രചാരണം നയിക്കുന്നത് മണ്ഡലത്തിൽ. അതിനിടയിലാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സജീവ ചർച്ചാ വിഷയമായി, പ്രചാരണത്തിൽ ഏറ്റവും സജീവ ചർച്ചാ വിഷയമായി ജമാഅത്തെ ഇസ്ലാമിയുടെയും PDPയുടെയും രാഷ്ട്രീയ പിന്തുണ ചർച്ചയാവുന്നത്. സുഹൈൽ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.